എപ്പോഴും ഒരുപോലെ മുട്ടക്കറി അല്ലെങ്കിൽ മുട്ട റോസ്റ്റ് ഉണ്ടാക്കി മടുത്തു എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ എന്നാൽ നല്ലൊരു വെറൈറ്റി ടേസ്റ്റും തരുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മെയിൻ താരം മുട്ടേനെ നല്ലോണം അങ്ങ് പുഴുങ്ങിയെടുത്തോ. നിങ്ങളുടെ ആവശ്യത്തിനുള്ള മുട്ട എടുക്കുക, നല്ല ഹാർഡ് ബോയിൽ ചെയ്യുക കേട്ടോ. അതിനുശേഷം ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. നിങ്ങളുടെ ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. ഞാൻ കുറച്ച് ഒഴിച്ചു എന്നുള്ളൂ. അതിനുശേഷം ഉള്ളീനെ ഇതുപോലെ നന്നായിട്ട് ചോപ്പ് ചെയ്തിടുക. സബോളേനെ അരിഞ്ഞിടണ്ട, ഇതുപോലെ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തിടുക. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് പൊടികളായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല ഇത്ര ഇടുക. ഇതൊക്കെ നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾ എടുക്കണേ. എന്നിട്ട് അത് നല്ലോണം ഇളക്കി അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് ഇത് തക്കാളി ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലോണം പേസ്റ്റാക്കി അരച്ചിട്ടായാലും ഒഴിക്കുക കേട്ടോ. എന്നിട്ട് അതും നല്ലോണം മിക്സ് ചെയ്ത് ഈ തക്കാളി വേവാനുള്ള അത്രയും മാത്രം വെള്ളം ഒഴിക്കുക. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കുക. അധികം സമയമൊന്നും എടുക്കില്ല, വളരെ ചോപ്പ് ചെയ്തിട്ടല്ല ഇട്ടേക്കുന്നത്. എന്നിട്ട് ചെറിയൊരു ഗ്രേവി ടൈപ്പിൽ തന്നെ നിൽക്കുമ്പോൾ നമ്മുടെ ഈ മുട്ടേനെ പുഴുങ്ങിയിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തത് അതിനകത്തേക്ക് ഇടുക. നിങ്ങൾക്ക് ഈ ഷേപ്പിൽ തന്നെ വേണമെന്നില്ല, ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കുക കേട്ടോ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക, നല്ലോണം മിക്സ് ചെയ്യണ്ട. എന്നിട്ട് നമ്മുടെ മല്ലിയിലയും കൂടി ഇട്ട് അവസാനിപ്പിക്കുക. ഒരു വെറൈറ്റി ആയിട്ടില്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.